പ്രോപ്പർട്ടീസ് ഓഫ് ലൈഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യുണീക്ക് ഫീച്ചേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ അനലൈസ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ ബയോളജി എന്ന് പറയുന്ന ടേം അതിനെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. ബയോളജി ഈസ് ദ scientific field which is dedicated for the study of life or living things. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്യും, അല്ലെങ്കിൽ ബയോളജി പഠിക്കുന്ന കുട്ടികൾ ഉറപ്പായിട്ടും ആൻസർ ചെയ്യേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ഒരു കാര്യം, വാട്ട് ഈസ് ലൈഫ്? ലൈഫിനെ നമുക്ക് അങ്ങനെ ഒരു സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ബയോളജിസ്റ്റുകൾ ലൈഫിനെ ഡിഫൈൻ ചെയ്യുന്നത് ലൈഫ് ഈസ് ദ attributes or properties exhibited by living things. അപ്പോൾ ലിവിങ് തിങ്സ് എക്സിബിറ്റ് ചെയ്യുന്ന യുണീക്ക് ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സിൻ്റെ അസംബ്ലേജിനെയാണ് ലൈഫ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ലൈഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിവിങ് തിങ്സ് എക്സിബിറ്റ് ചെയ്യുന്ന ആ പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ലൈഫ്: ഓർഗനൈസേഷൻ, മെറ്റാബോളിസം, ഹോമിയോസ്റ്റാസിസ്, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, റെസ്പോൺസീവ്നെസ്, എവല്യൂഷൻ. ഇതൊക്കെയാണ് ലിവിങ് തിങ്സ് എക്സിബിറ്റ് ചെയ്യുന്ന യുണീക്കായിട്ടുള്ള ഫീച്ചേഴ്സ്. അപ്പോൾ ഇതിനകത്തുള്ള ചില പ്രോപ്പർട്ടീസ് നോൺ ലിവിങ് തിങ്സും എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലിവിങ് തിങ്സ് മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടീസിനെ എല്ലാം ഒരേപോലെ എക്സിബിറ്റ് ചെയ്യുന്നുള്ളൂ. ഇതാണ് നോൺ ലിവിങ് തിങ്സും ലിവിങ് തിങ്സും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ലൈഫ് ആസ് എ ഹോൾ എല്ലാം എക്സിബിറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ്സാണ് ലിവിങ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഓരോ പ്രോപ്പർട്ടിയെക്കുറിച്ചും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയെടുക്കാം. ഫസ്റ്റ് വൺ, ഓർഗനൈസേഷൻ. ഓൾ ലിവിങ് തിങ്സ് ആർ മേഡ് അപ്പ് ഓഫ് സെൽസ് ഓർ അറ്റ്ലീസ്റ്റ് വൺ സെൽ. Based on the number of cells forming an organism, organisms are divided into two major categories: unicellular organisms and multicellular organisms. അപ്പോൾ സെൽസ് എന്ന് പറയുന്നത് ഓർഗാനിസത്തിൻ്റെ യുണീക്ക് ആയിട്ടുള്ള ഫീച്ചറാണ്. അറ്റ്ലീസ്റ്റ് ഒരു സെല്ലെങ്കിലും കൊണ്ടായിരിക്കും ഓർഗാനിസം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സെല്ലിൻ്റെ നമ്പറിനെ ബേസ് ചെയ്തിട്ട് രണ്ട് തരത്തിലുള്ള ഓർഗാനിസംസ് ആണുള്ളത്: യൂണിസെല്ലുലാർ ഓർഗാനിസംസും മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും. ഇപ്പോൾ പ്രോട്ടോസോവൻസ്, യുഗ്ലീന, അമീബ, പാരമീസിയം ഇതുപോലുള്ള ഓർഗാനിസംസ് എല്ലാം സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ആണ്. അവയ്ക്ക് എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസും ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റ സെല്ല് മാത്രമേ കാണത്തുള്ളൂ. ഇനി ഹയർ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ നോക്കുകയാണെങ്കിൽ അവ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ആണ്. അവയുടെ ബോഡിയിൽ ഒന്നിൽ കൂടുതൽ സെൽസ് ഉണ്ടായിരിക്കും. ആ സെൽസ് പല രീതിയിൽ ഓർഗനൈസ്ഡ് ആയിരിക്കും. ഇനി നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട കൺസെപ്റ്റാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. ഇതൊരു ഹൈറാർക്കിക്കൽ ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ്. സെൽസ്, ടിഷ്യൂസ്, ഓർഗൻസ്, ഓർഗൻ സിസ്റ്റം, ദെൻ ഓർഗാനിസം. ഓർഗാനിസത്തിൻ്റെ കോംപ്ലക്സിറ്റിയെ ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു ഹൈറാർക്കിക്കൽ അറേഞ്ച്മെൻ്റ് ആണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും റൂട്ട് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള മറ്റീരിയൽസും ഉണ്ടായിരിക്കുന്നത് ആറ്റംസ് കൊണ്ടാണ്. ആറ്റംസ് അറേഞ്ച് ചെയ്ത് മോളിക്യൂൾസ് ഉണ്ടാകുന്നു. മോളിക്യൂൾസിൽ നിന്ന് വളരെ വൈറ്റലായിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ള മാക്രോ മോളിക്യൂൾസ് ഉണ്ടാകുന്നു. അതായത് പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ന്യൂക്ലിക് ആസിഡ്സ് ഇതുപോലുള്ള മാക്രോ മോളിക്യൂൾസ് ഉണ്ടാകുന്നു. ഈ മാക്രോ മോളിക്യൂൾസ് പല രീതിയിൽ പല കോൺഫിഗറേഷനിൽ അസംബിൾ ചെയ്ത് ഓർഗനൽസ് ആയിട്ട് മാറുന്നു. സെല്ലുലാർ ഓർഗനൽസ്, റൈബോസോം, ഗോൾജി അപ്പാർട്ടസ് ഇതുപോലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാകുന്നു. ഈ ഓർഗനൽസ് ഡെഫിനിറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് ഫൈനലി സെല്ല് ഫോം ചെയ്യുന്നു. ഇനി മൾട്ടി സെല്ലുലാർ ഓർഗാനിസം ആണെങ്കിൽ അവയിൽ ഈ സെൽസ് പല ടിഷ്യൂസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരേ തരത്തിലുള്ള സെൽസിൻ്റെ ഒരു അസംബ്ലേജ് ആണ് ടിഷ്യൂ എന്ന് പറയുന്നത്. ഇനി ഈ ടിഷ്യൂസ് ഓർഗനൈസ് ചെയ്ത് ഓർഗൻസ് പലതരത്തിലുള്ള അവയവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും.
ഇനി ഓർഗൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഈ ഓർഗൻ സിസ്റ്റം പലതും ഒരു ഓർഗാനിസത്തിനകത്ത് എക്സിസ്റ്റ് ചെയ്യും. ഇതാണ് ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ലിവിങ് ഓർഗാനിസംസും എക്സിസ്റ്റ് ചെയ്യുന്നത് സെൽസ് കൊണ്ടാണ്. അറ്റ്ലീസ്റ്റ് ഒരു സെല്ലെങ്കിലും അവയ്ക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ട് ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിൽ വ്യത്യാസം ഉണ്ടാവും. ഇനി അടുത്തതാണ് മെറ്റാബോളിസം. ഒരു ഓർഗാനിസം എന്ന് പറയുന്നത് പല കെമിക്കൽ കമ്മോഡിറ്റീസിൻ്റെ ഒരു അസംബ്ലേജ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ കമ്മോഡിറ്റീസ്. അപ്പോൾ ഈ കെമിക്കൽസ് എല്ലാം കൊണ്ട് ഉണ്ടാകുന്ന പലതരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വളരെ എസെൻഷ്യലാണ്. അപ്പോൾ ഇതുപോലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ഓരോ ഓർഗാനിസത്തിലും നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷൻസിനെയാണ് മെറ്റാബോളിസം എന്ന് പറയുന്നത്. കെമിക്കൽ റിയാക്ഷൻസ് എസെൻഷ്യൽ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസിനെയാണ് മെറ്റാബോളിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള മെറ്റാബോളിക് റിയാക്ഷൻസ് ആണുള്ളത്, കാറ്റാബോളിസവും അനാബോളിസവും. Or metabolism comes under two categories, catabolism or anabolism. Catabolism and anabolism. Catabolic reactions and anabolic reactions. Catabolic reactions എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ കോമ്പോണൻസ് ആയിട്ട് മാറ്റുന്ന പ്രക്രിയയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആണ് കാറ്റാബോളിക് റിയാക്ഷൻസ്, അല്ലെങ്കിൽ ആ പ്രോസസ്സാണ് കാറ്റാബോളിസം. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനർജി റിലീസ്ഡ് ആവും. ഇത് പൊസസിങ് ഓർഗാനിസം പല വൈറ്റൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഡൈജഷൻ ഒരു കാറ്റാബോളിക് റിയാക്ഷനാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് പാർട്ടിക്കിൾസ് സിംപ്ലിഫൈഡ് ആകുന്നു, അതിനകത്തുള്ള ന്യൂട്രിയൻസ് സിംപ്ലിഫൈഡ് ആവുന്നു. അപ്പോൾ ലാർജ് മോളിക്യൂള് അതിൻ്റെ സിംപ്ലിഫൈഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു, എനർജി ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നു. ഇനി അനാബോളിക് റിയാക്ഷൻസ് അല്ലെങ്കിൽ അനാബോളിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സിന്തസിസ് ഓഫ് ലാർജർ മോളിക്യൂൾസ്. സിമ്പിൾ മോളിക്യൂൾസിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള മോളിക്യൂൾസ് സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സാണ് അനാബോളിസം. അപ്പോൾ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ പ്രോസസ്സാണ്, അതുകൊണ്ട് എനർജി റിക്വയർമെൻറ്റ് ഉണ്ട്. ഇപ്പോൾ എനർജി എക്സ്പെൻഡിച്ചർ വഴിയാണ് അനാബോളിസം വർക്ക് ചെയ്യുന്നത്. കാറ്റാബോളിസത്തിൽ എനർജി റിലീസ്ഡ് ആവുന്നു, അനാബോളിസത്തിൽ എനർജി യൂട്ടിലൈസ്ഡ് ആവുന്നു. ഒരെണ്ണം സിന്തസിസും മറ്റേത് ബ്രേക്ക് ഡൗണുമാണ്. കാറ്റാബോളിസം ബ്രേക്ക് ഡൗണും അനാബോളിസം സിന്തസിസുമാണ്. അപ്പോൾ ഒരു സെല്ല് മാത്രമുള്ള ഓർഗാനിസം ആയിക്കൊള്ളട്ടെ, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം ആയിക്കൊള്ളട്ടെ, എല്ലാത്തിനകത്തും പലതരത്തിലുള്ള കാറ്റാബോളിക് അനാബോളിക് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ലൈഫ് ഈ റിയാക്ഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്താണ് ഹോമിയോസ്റ്റാസിസ്. ഒരു സ്റ്റഡി സ്റ്റേറ്റിൻ്റെ മെയിൻ്റനൻസ് ആണ് ഹോമിയോസ്റ്റാസിസ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ റെഗുലേഷൻ ഓഫ് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് ഐഡിയൽ ഫോർ സെല്ലുലാർ ഫങ്ഷൻസ് ഈവൻ ഇൻ ദ ചേഞ്ചിങ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എത്രമാത്രം ചേഞ്ച് ചെയ്താലും ഒരു സ്റ്റഡി ആയിട്ടുള്ള ഇൻറ്റേർണൽ കണ്ടീഷൻസ്, ഒരു ഐഡിയൽ ആയിട്ടുള്ള ഇൻറ്റേർണൽ കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കഴിവിനെയാണ്, കേപ്പബിലിറ്റിയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. എല്ലാ തരത്തിലുള്ള ഓർഗാനിസവും അവയ്ക്ക് ഐഡിയൽ ആയിട്ടുള്ള ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഏത് തരത്തിലുള്ള എക്സ്റ്റേണൽ കണ്ടീഷൻ ആണെങ്കിലും അവയുടെ ഇൻറ്റേർണൽ കണ്ടീഷൻസ് ഐഡിയലായിട്ട് ഒരു ഒപ്റ്റിമം റേഞ്ച് തന്നെ നിലനിർത്താൻ അവ ശ്രമിക്കും. ഇതിനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഇതിന് ഉദാഹരണമായിട്ട് നമ്മുടെ ടെമ്പറേച്ചർ റെഗുലേഷനെ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അബൌട്ട് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ എക്സ്റ്റേണൽ കണ്ടീഷനിൽ ടെമ്പറേച്ചർ വളരെ കൂടുമ്പോൾ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന എൻവയോൺമെൻറ്റിൽ വളരെയധികം ഹോട്ടായിട്ടുള്ള കണ്ടീഷൻ ആണെങ്കിൽ നമ്മുടെ
ബോഡി ടെമ്പറേച്ചർ കൂടാനുള്ള സാധ്യതയുണ്ട്. 37 നിന്ന് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കിന് ആ ഹോമിയോസ്റ്റാസിസ് നഷ്ടപ്പെടും. നോർമലായിട്ടുള്ള ആക്ടിവിറ്റീസ്, വൈറ്റൽ ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ബോഡിയുടെ ടെമ്പറേച്ചർ നോർമലായിട്ട് കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? സ്വെറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഓവറോൾ ബോഡി ടെമ്പറേച്ചർ ലോവർ ആവും. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നതെങ്കിൽ, നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന എൻവയോൺമെൻറ്റിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വളരെ കോൾഡ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ആണെങ്കിൽ, ബിലോ 0 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഒരു വളരെ കുറഞ്ഞ ഒരു ടെമ്പറേച്ചർ റേഞ്ച് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കിന് ഈ 37 ഡിഗ്രി സെൽഷ്യസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നേരത്തെ അനുഭവപ്പെട്ടതുപോലെ തന്നെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകും. ടെമ്പറേച്ചർ കുറയാനുള്ള ചാൻസ് കൂടും. അപ്പോൾ ഈ 37 ഡിഗ്രി സെൽഷ്യസ് തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡി എന്ത് ചെയ്യും? ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ ഷിവറിങ് കാണിക്കും. അപ്പോൾ അങ്ങനെ ഷിവർ ചെയ്യുന്നത് കൊണ്ട് മസിലൊക്കെ മസ്കുലർ ആക്ടിവിറ്റിയുടെ ഫലമായിട്ട് ഹീറ്റ് റിലീസ്ഡ് ആവും. അങ്ങനെ 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എല്ലാ ഓർഗാനിസത്തിനും ഒരു ഐഡിയൽ ആയിട്ടുള്ള ഇൻറ്റേർണൽ റേഞ്ച് ഓഫ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവ ഏത് സാഹചര്യത്തിലും ശ്രമിക്കും. അതിനെയാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഗ്രോത്ത്. എല്ലാ ഓർഗാനിസംസും അല്ലെങ്കിൽ എല്ലാ ലൈഫ് ഫോംസും റെഗുലേറ്റഡ് ആയിട്ടുള്ള ഗ്രോത്തിന് വിധേയമാകുന്നുണ്ട്. അതായത് ജനറ്റിക്കലി കൺട്രോൾഡ് ആയിട്ടുള്ള, ജീൻസ് വഴി കൺട്രോൾഡ് ആയിട്ടുള്ള ഗ്രോത്ത് പ്രോസസ്സ് എല്ലാ ഓർഗാനിസത്തിലും സംഭവിക്കുന്നുണ്ട്. യൂണിസെല്ലുലാർ ഫോംസിലും മൾട്ടി സെല്ലുലാർ ഫോംസിലും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രോത്തിനെ നമുക്ക് പല രീതിയിൽ പറയാം. ഓവറോൾ സെല്ലിൻ്റെ സൈസ് കൂടുന്നത് സെൽ ഗ്രോത്ത്, അല്ലെങ്കിൽ സെല്ലിൻ്റെ നമ്പർ കൂടുന്നത് സെൽ ഡിവിഷൻ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ, മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിലാണെങ്കിൽ സെല്ലിൻ്റെ നമ്പർ കൂടുന്നതും ഗ്രോത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ സൈസ് കൂടുന്നതും ഗ്രോത്തിൻ്റെ ഭാഗമാണ്. ഇനി സെൽ ഗ്രോത്തും ഡിവിഷനും ഒരുമിച്ച് ഉപയോഗിക്കുന്ന ടേമാണ് സെൽ പ്രോളിഫറേഷൻ. അപ്പോൾ ഗ്രോ ചെയ്യാനുള്ള എബിലിറ്റി എല്ലാ തരത്തിലുള്ള ലൈഫ് ഫോംസിനും ഉണ്ട്. അതൊരു യൂണിസെല്ലുലാർ ഫോം ആയിക്കൊള്ളട്ടെ, അതൊരു മൾട്ടി സെല്ലുലാർ ഫോം ആയിക്കൊള്ളട്ടെ, ഏതിനകത്തും ഗ്രോത്ത് എന്ന് പറയുന്ന ആ പ്രതിഭാസം സംഭവിക്കുന്നുണ്ട്. അത് സൈസ് കൂടുന്നതാകാം, അല്ലെങ്കിൽ സെല്ലിൻ്റെ നമ്പർ കൂടുന്നതാകാം. ഇനി അടുത്താണ് റീപ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഓർഗാനിസംസ് ഫ്രോം ഓൾറെഡി എക്സിസ്റ്റിംഗ് വൺസ്. അതായത് പുതിയ ജനറേഷൻ എക്സിസ്റ്റ് ചെയ്യുന്ന ജനറേഷനിൽ നിന്ന് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ രണ്ട് രീതിയിലാണ് വരുന്നത്: എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. എസെക്ഷൽ റീപ്രൊഡക്ഷനകത്ത് മിക്സിംഗ് അപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഇല്ല. അവിടെ പല രീതിയിലുള്ള വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള മെത്തേഡ്സാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസത്തിലാണെങ്കിൽ, അമീബ പോലെയുള്ള യൂണിസെല്ലുലാർ ഓർഗാനിസത്തിലാണെങ്കിൽ ബൈനറി ഫിഷൻ വഴിയാണ് അതിൻ്റെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ എക്സാക്റ്റ് പേരൻ്റൽ ജനറേഷൻ്റെ ഒരു ക്ലോണാണ് അവിടെ ഉണ്ടാകുന്നത്. അവിടെ വേരിയേഷൻസ്, ജനറ്റിക് വേരിയബിലിറ്റി വളരെ കുറവാണ്, ഇല്ല. ഇനി ഹൈഡ്ര പോലെയുള്ള ഓർഗാനിസത്തിൽ ബഡ്ഡിങ് എന്ന് പറയുന്ന ബഡ്ഡിങ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, ആ പ്രോസസ്സ് വഴി റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, പുതുതായിട്ട് ഓർഗാനിസംസ് ഉണ്ടാവുന്നുണ്ട്. ഇനി പ്ലാന്റ്സിലേക്ക് വരുമ്പോഴേക്കിന് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി പുതിയ ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മെത്തേഡ്സാണ്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവിടെ മിക്സിംഗ് അപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതായത് സെക്സ് സെൽസ്, ഗ്യാമേറ്റ്സ്, മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ്, സ്പേമും ഓവവും തമ്മിൽ ഫ്യൂസ് ചെയ്ത് ഒരു സൈഗോട്ട് ഉണ്ടാകുന്നു. ആ സൈഗോട്ട് പിന്നീട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആവുന്നു. എംബ്രിയോ പിന്നീട് ഓർഗാനിസമായിട്ട് ഫൈനലി മാറുന്നു, അഡൽട്ട് ഫോമായിട്ട് കൺവേർട്ടഡ് ആകുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പേരൻസിൻ്റെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗ്യാമേറ്റ്സ് ആണ് ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസം ആയിട്ട് മാറുന്നത്. അപ്പോൾ മിക്സിംഗ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്.
രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെയും പേരൻസിൻ്റെയും ആ ജനറ്റിക് മേക്കപ്പ് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫേർഡ് ആവുന്നുണ്ട്. ഇനി പല പ്രോസസ്സുകൾ വഴി, പല മെക്കാനിസം വഴി ഈ പേരൻസിൽ നിന്ന് വ്യത്യസ്തമാകുന്ന രീതിയിലുള്ള ഒരു കണ്ടീഷൻ പ്രോജനിയിൽ വരുന്നു. ഇപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് മെക്കാനിസമാണ്. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷനും എസെക്ഷൽ റീപ്രൊഡക്ഷനും ഒക്കെ എക്സിബിറ്റ് ചെയ്യാൻ ആർക്ക് പറ്റും? ലിവിങ് ഓർഗാനിസത്തിന് പറ്റും. സിമ്പിൾ ആയിട്ടുള്ള ലൈഫ് ഫോംസ് ആണെങ്കിൽ അവ എസെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഇനി കോംപ്ലക്സ് ആയിട്ടുള്ള ലൈഫ് ഫോംസ് ആണെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയിരിക്കും റൂള്. ഇപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇനി അടുത്താണ് റെസ്പോൺസീവ്നെസ്. ഇറിറ്റബിലിറ്റി എന്ന് പറയാറുണ്ട്. ലിവിങ് ഓർഗാനിസംസ് ആർ ഏബിൾ ടു റെസ്പോണ്ട് ടു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റിമുലൈ, എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ സിഗ്നൽസ്. പലതരത്തിലുള്ള എക്സ്റ്റേണൽ ഇൻറ്റേർണൽ സിഗ്നൽസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസ്പോൺസ് കാണിക്കാൻ എബിലിറ്റി ഉള്ള കമ്മോഡിറ്റീസാണ് ലിവിങ് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഫോട്ടോടാക്സിസ് എന്ന് പറയുന്ന പ്രതിഭാസം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് സൺലൈറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗ്രോത്ത് കാണിക്കുന്ന പ്ലാന്റ്സ് ഉണ്ട്. അതായത് പ്ലാന്റ്സിൻ്റെ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബൂസ്റ്റഡ് ആകുന്നത്, അത് പ്രൊമോട്ടഡ് ആകുന്നത് സൺലൈറ്റിൻ്റെ എക്സ്പോഷർ, പ്രസൻസ്, അവൈലബിലിറ്റി ഒക്കെ കൂടുമ്പോഴാണ്. അപ്പോൾ സൺലൈറ്റ് എവിടെയാണോ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ റീജിയനിലേക്ക് അവ വളരും. ഇതിനെയാണ് പോസിറ്റീവ് ഫോട്ടോടാക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റിമുലസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ഓർഗാനിസം കാണിക്കുന്നത്. ലൈറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആണ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ആ ഫോട്ടോടാക്സിസ് എന്ന് പറയുന്നത്, പോസിറ്റീവ് ഫോട്ടോടാക്സിസ്. അപ്പോൾ എല്ലാ ഓർഗാനിസത്തിനും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസ്പോൺസ് കാണിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. Then evolution, final property. Organisms undergo transformations over time. No organism is static. All organisms are dynamic. എല്ലാ ഓർഗാനിസംസും ഫിക്സഡ് അല്ല, അവ ഡൈനാമിക് ആണ്. ലാർജ് പീരീഡ് ഓഫ് ടൈമിൽ ഓർഗാനിസത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. മോർഫോളജിക്കൽ, ഫിസിയോളജിക്കൽ, അനാറ്റമിക്കൽ, ബിഹേവിയറൽ ട്രാൻസ്ഫോർമേഷൻസ് ഉണ്ടാകും. അങ്ങനെ അത് ഒരു സ്പീഷീസിൽ നിന്ന് വേറൊരു സ്പീഷീസിലേക്ക് മാറും. ഇതിനെ സ്പീസിയേഷൻ എന്നും അല്ലെങ്കിൽ ഓവറോൾ എവല്യൂഷൻ എന്നും നമ്മൾ പറയും. എവല്യൂഷൻ സിംപ്ലി മീൻസ് ചേഞ്ച് ഫ്രം വൺ ഫോം ടു അനദർ. ഒരു സിമ്പിൾ ലൈഫ് ഫോം ഒരു കോംപ്ലക്സ് ലൈഫ് ഫോമായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന ആ പ്രോസസ്സാണ് എവല്യൂഷൻ. എല്ലാ തരത്തിലുള്ള ഓർഗാനിസത്തിലും എവല്യൂഷൻ എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടി, ലൈഫ് ഫോമിലും ഈ എവല്യൂഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി സംഭവിക്കുന്നുണ്ട്, ആ പ്രതിഭാസം സംഭവിക്കുന്നുണ്ട്. ഒരു ഓർഗാനിസവും ഫിക്സഡ് അല്ല, അത് എല്ലാം ചേഞ്ചസിന് വിധേയമാണ്. ജനറ്റിക് മേക്കപ്പ് ഓഫ് പോപ്പുലേഷൻസ് ചേഞ്ച് ഓവർ ടൈം. എവല്യൂഷൻ്റെ ഏറ്റവും റൂട്ട് യൂണിറ്റായിട്ട്, ട്രാൻസ്ഫോർമേഷൻ യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിനെ അല്ല കൺസിഡർ ചെയ്യുന്നത്, പോപ്പുലേഷൻസിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് പല ഓർഗാനിസത്തിൻ്റെയും അസംബ്ലേജ് ആണ്. സിമിലർ ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ ഒരു കൂട്ടത്തെയാണ് പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ പോപ്പുലേഷൻ്റെ ജീൻ പൂൾ അല്ലെങ്കിൽ അതിൻ്റെ ജനറ്റിക് മേക്കപ്പിൽ കാലക്രമേണ മാറ്റം ഉണ്ടാകുന്നു. അതിനെയാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഹോഴ്സിൻ്റെ എവല്യൂഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നോർത്ത് അമേരിക്കൻ പ്ലെയിൻസിലാണ് ഹോഴ്സിൻ്റെ എവല്യൂഷൻ, ഒറിജിൻ ആൻഡ് എവല്യൂഷൻ നടന്നിട്ടുള്ളത്. നോർത്ത് അമേരിക്കൻ കാടുകളിൽ അന്ന് ഒരു ബ്രൗസിങ് വെറൈറ്റി ആയിട്ട് എക്സിസ്റ്റ് ചെയ്തിരുന്ന, ഇപ്പോഴത്തെ ഒരു ഡോഗിൻ്റെയോ ഒരു ഷീപ്പിൻ്റെയോ ഒക്കെ വലിപ്പം മാത്രമുണ്ടായിരുന്ന ഒരു ഓർഗാനിസമാണ് ഇതിൻ്റെ ഏറ്റവും ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൻസിസ്റ്റർ. ആ ആൻസിസ്റ്ററിൽ നിന്ന് സീരീസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ നടന്ന് ഇപ്പോഴത്തെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലിംസും ലോങ് നെക്കും ഒക്കെയുള്ള ഒരു ബ്രൗസിങ് അല്ലാത്ത ഗ്രേസിങ് ടൈപ്പ് ആനിമൽ ഒറിജിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സീരീസ് ഓഫ് ട്രാൻസ്ഫോർമേഷനാണ് എവല്യൂഷണറി ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓരോരോ ഫോസിൽ റെപ്രസെൻറ്റേറ്റീവ്സിനെ നിങ്ങൾക്ക്
കാണാൻ സാധിക്കും. അവസാനം ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന മോഡേൺ ഹോഴ്സിനെയും കാണാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെയുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് ഹോഴ്സിൻ്റെ എവല്യൂഷനിൽ സംഭവിച്ചത് അതിൻ്റെ സൈസിന് വളരെയധികം ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ബ്രൗസിംഗ് ടൈപ്പിൽ നിന്ന് അത് ഗ്രേസിംഗ് ടൈപ്പായിട്ട് മാറി. ഇതേപോലെ പല രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ ഓവറോൾ ബോഡി മോർഫോളജി, അനാട്ടമി, ബിഹേവിയറിലൊക്കെ സംഭവിക്കും. ഇതിനെയാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പല രീതിയിലുള്ള ലൈഫ് ഫോംസ് എക്സിബിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ്, യുണീക്കായിട്ടുള്ള പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടെ ഡിസ്കസ് ചെയ്തു. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഓർഗനൈസേഷൻ, മെറ്റാബോളിസം, ഹോമിയോസ്റ്റാസിസ്, ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, റെസ്പോൺസീവ്നെസ് ആൻഡ് എവല്യൂഷൻ.